ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ബ്ലൗസിൻ്റെ വീഡിയോയാണ് ചെയ്യുന്നത്. സ്ട്രെച്ചബിൾ ബ്ലൗസാണ്. അതേക്കുറിച്ച് ഞാനിപ്പോൾ ഇത് 12ാമത്തെ വീഡിയോയാണ് ബ്ലൗസുകളുടെ. അപ്പോൾ ഇത് എടുത്തവരുടെ വീണ്ടുമുള്ള അവരുടെ ആ പ്രോത്സാഹനമാണ് എന്നെ വീണ്ടും ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അവരുടെ ഫീഡ്ബാക്ക് അതുപോലെ എന്നെ മുൻപോട്ടേക്ക് ഇത് കൊണ്ടുപോകാൻ തന്നെ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ഇതേക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. എന്താണെന്ന് വെച്ചാൽ, ഈ ബ്ലൗസുകളുടെ വീഡിയോ ഇടുന്ന അന്ന് എല്ലാം നമുക്ക് ഒരുമിച്ച് അയക്കാൻ സാധിക്കില്ല. അതിന് നമുക്കൊരു ഇച്ചിരി സാവകാശം വേണം. അപ്പോൾ പെട്ടെന്ന് തന്നെ വേണമെന്നുള്ളവരൊന്ന് പറഞ്ഞേക്കുക. അപ്പോൾ അത് നമുക്ക് സ്പീഡ് പോസ്റ്റിലായാലും അയച്ചു തരാൻ പറ്റും. അല്ലാതെ അതുപോലെ അന്നേ ദിവസം ഫോട്ടോ ഇടാൻ പറയരുത്. കാരണം ഈ എൻക്വയറി വരുന്നു, അതിനൊപ്പം നമുക്ക് ഇതിൻ്റെ ഫോട്ടോ എടുത്തിടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഏതായാലും നിങ്ങൾ ഓർഡർ ചെയ്ത ആ ഐറ്റം എടുത്ത് ഫോട്ടോ അയച്ച് തന്നിട്ട് കൺഫേം ആക്കിയിട്ട് ഞങ്ങൾ അയക്കുകയുള്ളൂ. പിന്നെ ഇതിന് റിട്ടേൺ ഇല്ല, റീഫണ്ട് ഇല്ല. കാരണം ബ്ലൗസ് ഒരളവ് കൂടുതലെടുത്താലും കുറഞ്ഞ അളവ് എടുക്കാതിരുന്നാൽ മതി. കൂടുതലെടുത്താൽ അതൊന്ന് നമുക്ക് സൈഡിലൊന്ന് അടിച്ചു കൊടുക്കാം. കുറഞ്ഞത് എടുത്തു കഴിഞ്ഞാൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാനിതിൻ്റെ അളവുകളെക്കുറിച്ചും കളറുകളെക്കുറിച്ചും വ്യക്തമായിട്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ മാക്സിമം വൃത്തിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയും അങ്ങനെ തന്നെ ഞാൻ ചെയ്യാം. പിന്നെ 7 മണിക്ക് ശേഷം മെസ്സേജുകൾ ഇട്ട് കഴിഞ്ഞാൽ, എന്താണെന്ന് വെച്ചാൽ 7 മണിയാകുമ്പോൾ സ്റ്റാഫ് എല്ലാം പോവും. 7 മണിക്ക് ശേഷം മെസ്സേജുകൾ ഇട്ട് കഴിയുമ്പോൾ എനിക്ക് കറക്റ്റ് റിപ്ലൈ തരാൻ പറ്റിയെന്ന് വരില്ല. അതുപോലെ വെളുപ്പിനെയുള്ള മെസ്സേജുകൾക്കും ഞങ്ങളൊരു 9:30-ക്ക് ശേഷം മെസ്സേജുകൾ എല്ലാവർക്കും കറക്റ്റായിട്ട് തന്നെ തന്നോളാം. അല്ലാതെ മെസ്സേജ് തരാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് കേട്ടോ അതിലൊരു ഡിലേ വരുന്നത്. പിന്നെ നമുക്ക് ഈ ഫോൺ ഇത് മെസ്സേജ് അയച്ചു ബ്ലൗസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാനത് കഴിഞ്ഞ തവണയും പറഞ്ഞായിരുന്നു. പിറ്റേ ദിവസം പേയ്മെൻറ്റ് ചെയ്യും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ബ്ലൗസുകൾ പിറ്റേ ദിവസം ഉണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് 2 കൂട്ടർക്കും അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ കഴിയുന്ന നേരത്തെ ഞങ്ങളെല്ലാം പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു തരാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കും. പക്ഷേ അന്നേ ദിവസം എല്ലാം ഇവിടെ നിന്ന് അയക്കാൻ പറ്റത്തില്ല. 2-3 ദിവസം സാവകാശം. എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് അഡ്രസ്സ് എഴുതി ഓരോരുത്തരെയും അവരെടുത്ത് ഇന്നതാണെന്ന് ബോധിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ അഡ്രസ്സ് എഴുതി അത് അയക്കുന്നത്. അതിനൊക്കെ നമുക്ക് ടൈം വേണം. അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങനെ പിന്നെ പെട്ടെന്ന് അത്യാവശ്യമുള്ളവരൊന്ന് പറയുക. അപ്പോൾ അത് ഞങ്ങൾ ചെയ്തും തരാം. അപ്പോൾ നമുക്ക് ബ്ലൗസിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതൊരു വൈറ്റ് ഷെയ്ഡിൽ സ്ട്രൈപ്സ് ആയിട്ടാണ് ഇതിൽ വരുന്നത്. ഇങ്ങനെ ക്രോസ് സ്ട്രൈപ്സാണ് ഇതിൽ ഫുള്ള് വരുന്നത്. 3XL ആണ് ഇതിൻ്റെ സൈസ്. സ്ലീവ് ഇങ്ങനെയാണ്, നല്ല സ്ട്രെച്ചബിളാണ്. ഇങ്ങനെ വരുന്നു. ഫ്രണ്ടിൽ പ്രിൻസസ് ടക്ക് വരുന്നു. ഇത് ഫ്രണ്ട് നെക്ക്, ഇത് ബാക്ക് നെക്ക്. റേറ്റ് വരുന്നത് 265 ആണ്. ഇതുണ്ടോ, നല്ല സ്ട്രെച്ചബിളായിട്ടുള്ള ബ്ലൗസ്. 3XL ആണ് ഇതിൻ്റെ അളവ്. മെറൂൺ ഷെയ്ഡിൽ സ്ട്രൈപ്സാണ് വരിക. 3XL ആണ് ഇതും സൈസ് വരുന്നത്. ഇങ്ങനെയാണ് ഇത് വരിക. സ്ലീവ് ഉണ്ട്, സ്ട്രെച്ചബിളാണ്. ഫ്രണ്ട് നെക്ക്, ബാക്ക് നെക്ക്. ഫ്രണ്ടിൽ പ്രിൻസസ് ടക്ക് വരുന്നു. അതുപോലെ നന്നായിട്ട് സ്ട്രെച്ചബിളായിട്ടുള്ള ബ്ലൗസ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 265. ഇനി ഇത് സെൽഫ് ഡിസൈനിൽ തന്നെ വൈറ്റ്. ഇതിൽ സെൽഫ് ഡിസൈനാണ് വരിക, വേറെ ഒന്നും ഇതിൽ വരുന്നില്ല. ഇതും സ്ട്രെച്ചബിളാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ സെൽഫായിട്ട് ചെറിയ ഡിസൈൻ വരുന്നുണ്ട്. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും വരുന്നു. ഇതിന് ഈ ലെങ്ത്തും ഉണ്ട് കേട്ടോ. നമ്മളിത് ഇട്ട് വരുമ്പോൾ ഇത് കണ്ടോ, ഇതെല്ലാം നന്നായിട്ട് ഇങ്ങനെ സ്ട്രെച്ചബിളാണ്. അതുകൊണ്ട് നമ്മളിടുന്ന നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് തന്നെ ഇത് ഷേപ്പിൽ കിട്ടിക്കോളും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 235. ഇതിൻ്റെ തന്നെ ബ്ലാക്ക് സെൽഫ് ഡിസൈനാണ്. സ്ലീവ്, ഫ്രണ്ട് നെക്ക്, പ്രിൻസസ് ടക്ക്. ഇങ്ങനെയാണിത് വരിക. സെൽഫ് ഡിസൈനായിട്ട് തന്നെ വരുന്നു. റേറ്റ് വരുന്നത് 235 ആണ്. ഓറഞ്ച് ഷെയ്ഡിൽ സെൽഫ് പ്രിൻ്റാണ് വരുന്നത്. സ്ട്രെച്ചബിളാണ് ബ്ലൗസ്. സെൻറ്ററിൽ ഇവിടെ ഒരു പ്രിൻസസ് ടക്ക് ഉണ്ട് 2 സൈഡിലും. ഇതിൻ്റെ സ്ലീവ്. റേറ്റ് വരുന്നത് 235. ഇതിൻ്റെ കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് സെൽഫ് ഡിസൈൻ തന്നെ. ഇതിൽ വേറെ ഗ്ലിറ്ററിങ്ങോ അങ്ങനെയുള്ള യാതൊന്നുമില്ല. സെൽഫായിട്ടുള്ള ഡിസൈൻ തന്നെ വരുന്നു.
ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. ഇതിൻ്റെ എല്ലാം റേറ്റ് 235. ഇനി വരുന്നത് അക്കോബ. അക്കോബ ഒണിയൻ പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. 2 സൈഡിലും പ്രിൻസസ് ടക്ക് വരുന്നു. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും ഇന്നർ വന്നിട്ടുണ്ട്, ലൈനിങ് വെച്ചിട്ടുണ്ട്. സ്ലീവിൽ ലൈനിങ് ഇല്ല. അപ്പോൾ അതുകൊണ്ടത് ഇങ്ങനെയാണ് വരിക. എന്നാന്ന് വെച്ചാൽ ഈ ഹോൾസ് ഉള്ള കാരണമാണ് ഇതിൽ ഈ ലൈനിങ് വെച്ചേക്കുന്നത്. പക്ഷേ സ്ലീവിന് അതൊരു പ്രോബ്ലം ആകുന്നില്ല. ഇത് ഫ്രണ്ട്, ബാക്ക്. അക്കോബയുടെ റേറ്റ് വരുന്നത് 320. ഇത് മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇത് വരിക. പ്രിൻസസ് ടക്ക് വന്നിരിക്കുന്നു. ഫ്രണ്ടിലും ബാക്കിലും ഇന്നർ വെച്ചിട്ടുണ്ട്. സ്ലീവിൽ ലൈനിങ് ഇല്ല. ഇങ്ങനെയാണ് ഇത് വരിക, നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ. ഇതിൻ്റെ തന്നെ ചിക്കു ഷെയ്ഡാണിത്. ഇതിൻ്റെയും ഫ്രണ്ടിലും ബാക്കിലും ലൈനിങ് വരുന്നുണ്ട്. സ്ലീവിൽ ലൈനിങ് ഇല്ല. 3XL ആണ് സൈസ് വരിക. റേറ്റ് വരിക 320. നല്ല സ്ട്രെച്ചബിളാണ് ബ്ലൗസ്. ഒരു ചിക്കു ഷെയ്ഡാണ് ഇത് വരിക. ഇത് ഇച്ചിരി സീക്വൻസ് വർക്കുള്ള ടൈപ്പാണ്. ഉണ്ട്, ഒരു യെല്ലോ ഷെയ്ഡിൽ വന്നിരിക്കുന്നു. ഇതിപ്പോൾ നമുക്ക് യെല്ലോയിൽ പല കളറ് വരുന്നുണ്ട്, അത് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പല സാരികൾ ഇതിന് ചേരുന്ന ഡിസൈനിലുണ്ടെങ്കിൽ നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഇത് വരിക. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് 300. ഇതിൻ്റെ തന്നെ മറ്റൊരു ഷെയ്ഡാണ് ഇത് വരിക. എല്ലാം നല്ല ഷെയ്ഡുകൾ തന്നെയാണ്. ഇതെല്ലാം 3XL ആണ് ഇപ്പം ഞാൻ ഈ കാണിക്കുന്നതെല്ലാം. ഇതാണ് ഇതിൻ്റെ കളർ വരുന്നത്. ഇതിൽ വരുന്ന ഡിസൈൻ ഇങ്ങനെ വരുന്നു. സ്ലീവ്, ബാക്ക് നെക്ക് സ്വല്പം ഇറങ്ങിയും ഫ്രണ്ട് നെക്ക് എല്ലാം പാകത്തിന് തന്നെയാണ്. നമ്മളിത് ഏത് അളവിടുന്നോ, ഇപ്പോൾ ഇതിൽ ഈ അളവ് ഇതിപ്പോൾ ഇങ്ങനെ ഒരു അളവിലാണ് ഇത് കിടക്കുന്നത്. ഇപ്പോൾ ഒരു XXLകാർക്കും ഇത് ഇടാൻ പറ്റും. ചിലപ്പോൾ അവർക്കിത് കറക്റ്റാണ്. മുറുകണം എന്നുണ്ടെങ്കിൽ ഒരടിപ്പോടെ ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ റേറ്റ് വരുന്നത് 300. ഇത് മെറൂൺ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൽ വരുന്ന പ്രിൻ്റ്. ഇങ്ങനെയാണ് ഈ ഡിസൈൻ വരിക. ഇതും 3XL തന്നെയാണ്. ഇതൊരു പർപ്പിൾ ഷെയ്ഡിൽ വന്നു. ഗോൾഡൻ പ്രിൻ്റാണ് ഫുള്ളായിട്ട് വരുന്നത്. ഇതിൻ്റെ സ്ലീവ് ഇങ്ങനെ വരുന്നു. ഇപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തത് XXL. ഇനി ഞാൻ ചെയ്യാൻ തുടങ്ങുന്നത് XXL അളവിലാണ്. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് ഒരു XXL ആണ്. ഇതിൽ ഗ്ലിറ്ററിങ് ആണ് വന്നിരിക്കുന്നത്. ഈ ഭാഗത്ത് ഇത്രയും വീതിക്ക് ചെറിയ ചെറിയ ഗ്ലിറ്ററിങ് തിക്കായിട്ട് വരുന്നു. അതാണ് ഈ ബ്ലൗസിൻ്റെ പ്രത്യേകത. പിന്നെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും എല്ലാം നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന സെയിം ബ്ലൗസ് തന്നെയാണ് ഇതുണ്ടോ. ഇതിൽ വരുന്ന ഈ സ്ലീവിൻ്റെ എൻ്റെ കണ്ടോ തിക്കായിട്ട് തന്നെ വരുന്നു. ഇതെല്ലാം XXL ആണ് ബ്ലൗസ്. റേറ്റ് വരുന്നത് 250 ആണ്. ഇതിൻ്റെ വൈൻ ഷെയ്ഡാണിത്. ഫ്രണ്ട് നെക്ക്, ബാക്ക് നെക്ക്, സ്ലീവ്, ഫ്രണ്ടിൽ ഈ പ്രിൻസസ് ടക്ക്. ഇത്രയാണ് ഈ ബ്ലൗസിന് പറയാനുള്ളത്. ഒരു വൈൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 250 ആണ്. വൈറ്റ് ഷെയ്ഡിൽ വന്നിരിക്കുന്നു. ഇത് സ്ലീവിൻ്റെ എൻഡിൽ ഇങ്ങനെ തിക്കായിട്ട് തന്നെ വരുന്നിരിക്കുന്നു ഈ ഗ്ലിറ്ററിങ്. ഇങ്ങനെയാണ് ഇത് വരിക. ഒണിയൻ പിങ്കിൻ്റെയും ഇങ്ങനെ തന്നെ ബോഡി ഫുള്ള് ഗ്ലിറ്ററിങ്. സ്ട്രെച്ചബിളാണ് ബ്ലൗസ്. സ്ലീവിൻ്റെ എൻഡിൽ ഈ ഗ്ലിറ്ററിങ് തിക്കായിട്ട് വരുന്നത്. അതാട്ടോ ഇതിനെ കൂടുതലൊരു നല്ല ഭംഗിയായിട്ട് നമുക്ക് തോന്നും. നല്ല രസമുണ്ട് കാണാനും. ഇതതിൻ്റെ ഫ്രണ്ട് വരും. ഫ്രണ്ടിൽ പ്രിൻസസ് ടക്ക്. ഇത് ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്നു. സ്ട്രെച്ചബിളാണ്. XXL ആണ് ഇതിൻ്റെ സൈസ്. ഇത് സ്ലീവിൻ്റെ എൻഡിൽ ഇങ്ങനെ വരും. നമുക്കൊരു ബ്ലാക്ക് സാരിയൊക്കെ ഉടുത്ത് ഇത് ഇട്ട് നല്ല രസമായിരിക്കും കാണാനും. നല്ല ഭംഗിയോടെ ഇരുന്നോളും. പിന്നെ ഇതുണ്ടോ സ്ലീവിൻ്റെ എൻഡിൽ ഇത്രയും ലെങ്ത്ത് ഇതിന് വരുന്നുണ്ട്. സൈഡിൽ ഇത്രയും ഗ്ലിറ്ററിങ്ങും വരുന്നുണ്ട്. പിന്നെ ഇത് ഒരു ചുളുക്കോ അങ്ങനെയൊന്നുമില്ല. റേറ്റ് വരുന്നത് 250 ആണ്. നമ്മൾ ഈ ബ്ലൗസ് ഇടുമ്പോൾ എല്ലാം ഞാൻ പറയാറുള്ള ഒരു കാര്യം,
അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങോട്ട് ഇറക്കാൻ ഇതിന് ഓപ്പണിംഗ് ഇല്ല. അപ്പോൾ ഇത് ഇടാൻ ഇച്ചിരി പാടുണ്ട്. ഇട്ട് കഴിയുമ്പോൾ കംഫർട്ടായിട്ട് തന്നെ നമുക്ക് കിടന്നോളും. പക്ഷേ അത് മാത്രമേ ഇതിനകത്തൊരു ബുദ്ധിമുട്ട് വരുന്നുള്ളൂ. അത് പലതവണ ഇത് യൂസ് ചെയ്തവരാണല്ലോ അധികവും. ഇപ്പോൾ ഒരു ഇത് തന്നെ എടുത്തേക്കുന്നതിന് എനിക്ക് തന്നെ ഇത് 1000കണക്കിന് അപ്പുറം ബ്ലൗസുകൾ എടുത്ത കസ്റ്റമേഴ്സ് എനിക്കുണ്ട്. അവരുടെ ഫീഡ്ബാക്ക് തന്നെ ഇതുപോലെ മുന്നോട്ടേക്ക് ഇത് വീണ്ടും കൊണ്ടുവരാനും. ഇതിപ്പോൾ ഞാൻ ഈ തവണ ഇച്ചിരി താമസിച്ചെന്ന് വെച്ചാൽ സാരിയുടെ ഈ വിഷു, ഈസ്റ്റർ അങ്ങനെയെല്ലാം വന്നപ്പോൾ സാരിയുടെ മാത്രം വീഡിയോസാണ് ഞാൻ കുറേ ആയിട്ട് ചെയ്തത്. ബ്ലൗസ് ചെയ്തില്ല. അപ്പോൾ എല്ലാവരും എന്നെ വീണ്ടും ഇതിലേക്ക് ബ്ലൗസ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ചു. ഇവിടെ അങ്ങനെ ഞാൻ വീണ്ടും കൊണ്ടുവന്ന് ഇത് ചെയ്തതാണ്. കാരണം അവർ സാരി ഇട്ട് തന്നിട്ട് നമ്മൾ ബ്ലൗസ് എടുക്കാൻ പറയുമ്പോൾ എങ്കിലും നമ്മളത് മാക്സിമം ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ആ ഫീഡ്ബാക്ക് എന്നെ ഒത്തിരി ഇത് ചെയ്യാൻ പ്രചോദനം എനിക്ക് വീണ്ടും തന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് കേട്ടോ വീണ്ടും ഞാൻ ഈ ബ്ലൗസ് കൊണ്ടുവന്നത്. ഇനി ഞാൻ കാണിക്കുന്നത് കട്ടോരിക്കട്ടാണ്. ഈ കട്ടോരിക്കട്ടിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇതിൽ മറ്റേതിനൊക്കെ പ്രിൻസസ് ടക്കായിരുന്നല്ലോ, ഇതിന് ടക്കും വരുന്നുണ്ട്, കട്ടിങ്സും വരുന്നുണ്ട്, പിന്നെ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ടക്കും വരുന്നുണ്ട്. ഇതിൻ്റെ XLഉം XXLും അവൈലബിൾ ആയിട്ടുള്ളൂ. XXL വന്നിട്ടില്ല. ഇതും സ്ട്രെച്ചബിൾ തന്നെയാണ്. ഇത് കണ്ടോ, നന്നായിട്ടിത് സ്ട്രെച്ചബിളാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 265 ആണ്. അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ബോട്ടിൽ ഗ്രീനാണിത്. ഇതിലും ടക്ക് വരുന്നു, കട്ടിങ് വരുന്നു. ഒരു ഗോൾഡൻ സ്ട്രൈപ്സ് ആണ് ഇതിൽ വരുന്നത്. റേറ്റ് 265. ഇതൊരു റെഡ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഗോൾഡൻ സ്ട്രൈപ്സ് ആണ്. 265 ആണ് റേറ്റ്. സ്ലീവ് ഇത്രയും നമുക്ക് സ്ട്രെച്ചബിൾ ആണ്. ഇതൊക്കെ XXLും XLും മാത്രമായിട്ടോ വരുന്നുള്ളൂ. ഇതിൻ്റെ XXL ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരിക. ഫ്രണ്ട് നെക്ക്, ബാക്ക് നെക്ക്, സ്ലീവ്, കട്ടിങ്. ഞാനിത് ഓരോന്ന് പറയണത് എന്നാന്ന് വെച്ചാൽ ഇത് ശരിക്കും മനസ്സിലായിക്കോട്ടെ എന്നോർത്തോണ്ടാണ്. ഇനി നമ്മളൊരു ഫോട്ടോ എടുത്തത് എൻ്റെ ഇടാൻ പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോട്ടോയിൽ എടുത്തിടാൻ പറ്റുള്ളൂ. അതിൽ എത്രയോ ക്ലിയർ ആയിട്ടാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. നമ്മൾ ഈ ഫോട്ടോ എടുക്കുമ്പോൾ അത് നമുക്കത്ര ക്ലിയർ ആയിട്ട് ഫോട്ടോയിൽ കാണിച്ചു തരാനും പറ്റില്ല. ഇപ്പോൾ ഇതിൻ്റെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിച്ച് പോകുന്ന എനിക്ക് തോന്നണേ വീഡിയോയിൽ. ഇത് നേവി ബ്ലൂ ഷെയ്ഡ്. ഇതെല്ലാം കട്ടോരിക്കട്ടാണ്. സ്ലീവ്, കട്ടിങ്സ് വരുന്നു. ബ്ലാക്ക്, ഗോൾഡൻ ലൈൻസ് ആണ്. ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരിക. ഇതിൻ്റെ ബാക്ക്. ഇതൊരു മജന്ത ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. മജന്തയിൽ ഗോൾഡൻ സ്ട്രൈപ്സ് വരുന്നു. സ്ലീവെല്ലാം നല്ല, നമ്മളിത് ഇട്ട് വരുമ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് സ്ട്രെച്ചബിളായിട്ട് കിട്ടും. ഒരളവ് കൂടിയാലും കുറയാതെ എടുക്കുക. ഇതൊരു ഗ്രേപ്പ് വൈൻ ഷെയ്ഡിൽ ഇത് വന്നിരിക്കുന്നു. സ്ട്രൈപ്സ് വരുന്നു. അതുപോലെ സ്ലീവ് നന്നായിട്ട് സ്ട്രെച്ചബിളാണ്. റേറ്റ് 265. ഇത് അക്കോബ ബ്ലൗസാണ്. വൈറ്റ് അക്കോബ ബ്ലൗസാണ് പറയുക. ഇതെല്ലാം ഫ്രണ്ടിലും ബാക്കിലും ഇന്നർ വെച്ചിട്ടുണ്ട്, സ്ലീവിൽ വെച്ചിട്ടില്ല. ഇങ്ങനെയാണിത് വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 320 ആണ്. ഇങ്ങനെയാണ് കേട്ടോ ഈ ബ്ലൗസിൻ്റെ ഡിസൈൻ വരിക. ഇതുണ്ടോ, ഇത് ഇന്നർ വെച്ചിരിക്കുന്ന ഭാഗം ഇങ്ങനെ വരുന്നു. ഇതതിൻ്റെ സ്ലീവും വരുന്നു, ഫ്രണ്ട് നെക്കും. റേറ്റ് വരുന്നത് 320. ഇനി ഇതിൻ്റെ ബ്ലാക്ക് ഇങ്ങനെയാണ് ഇത് വരിക. അക്കോബയാണ് ബ്ലാക്ക്. ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും ലൈനിങ് വെച്ചിട്ടുണ്ട്. സ്ലീവിൽ ഈ ലൈനിങ് വെച്ചിട്ടില്ല. എന്താ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവ് വരിക. റേറ്റ് വരുന്നത് 320. ഇതതിൻ്റെ റെഡ് ഷെയ്ഡാണിത്. ഇതും അക്കോബയാണ്. ഇങ്ങനെയാണിത് വരിക. സ്ലീവിൽ ലൈനിങ് ഇല്ല, ബോഡി പാർട്ടിൽ ലൈനിങ് വരുന്നുണ്ട്. ചിക്കു കളറാണ്.
ഇങ്ങനെയാണ് വരിക. ബോഡി പാർട്ടിൽ ലൈനിങ് വന്നിട്ടുണ്ട്. യാക്കോബ ബ്ലൗസിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് 320. എല്ലാം സ്ട്രെച്ചബിളാണ്. നന്നായിട്ട് നമുക്കിത് സ്ട്രെച്ചബിളായിട്ട് യൂസ് ചെയ്യാം. സ്ലീവിൽ ഇത് ലൈനിങ് വെച്ചിട്ടുമില്ല. ഫ്രണ്ട് നെക്ക്, ബാക്ക് നെക്ക്, അതുപോലെ പ്രിൻസസ് ടക്ക്, മെറൂൺ ഷെയ്ഡ്, ഇതൊക്കെ XXL ആട്ടോ ഈ കാണിക്കുന്നതെല്ലാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ഫുള്ള് സ്ലീവ് ലൈനിങ് ഇല്ല. ബോഡി പാർട്ടിൽ ലൈനിങ് ഉണ്ട്. XXL ആണ് സൈസ്. ഇത് ഒണിയൻ പിങ്ക്. ഇതിപ്പോൾ XXL ആണേലും XLകാർക്കും ഇത് യോജിക്കും, ലാർജുകാർക്കും പറ്റും. കാരണം ഇത്രയാണ് ഈ ബ്ലൗസ് ഇടുമ്പോൾ വരുന്നുള്ളൂ. ശരിക്കും ഈ ബ്ലൗസിൻ്റെ വലിപ്പം ഇതാ. ഇത് സ്ട്രെച്ചബിളാണ്, അതുകൊണ്ടാണ് ഇത് നമുക്കിത് വലിഞ്ഞ് കിട്ടണേ. ആളുടെ സൈസ് അനുസരിച്ച് വലിഞ്ഞ് കിട്ടണേ. അപ്പോൾ ഇതിപ്പം ലാർജുകാർ ഇനി ഒരു ലാർജ് എടുക്കണമെന്നില്ല. ഇതിൻ്റെ നമുക്ക് ഈ ബ്ലൗസ് തന്നെ എടുത്താൽ മതി. ഇതിനെ നമുക്ക് ഉൾഭാഗത്ത് ഇത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത്. ഇതിനെ ഒരടിപ്പിട്ട് കൊടുത്താൽ മതി, കറക്റ്റായിട്ട് ഇരുന്നോളും. അതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഇതിൻ്റെയൊക്കെ ലാർജ് എടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടുമില്ല, വന്നുമില്ല. അത് ഇതുണ്ടോ, ഇതിൻ്റെ ലാർജ് ഞാൻ കാണാറില്ല. ഇതിൻ്റെ XLഉം XXLഉം ആണ് അധികവും വരും. ഇനി ഗ്ലിറ്ററിങ് ഉള്ള ടൈപ്പ്. ഇങ്ങനെയാണ് ഇത് വരിക. ഇതൊരു നല്ലൊരു കളർ ഷെയ്ഡിലാണ് വന്നിരിക്കണേ. നമ്മുടെ ഒരു ബോഡി കളർ പോലെ തോന്നിക്കുന്ന കളറിൽ ഫുള്ളായിട്ട് ഗ്ലിറ്ററിങ് ആണ് വരിക. ഇതിൻ്റെ തന്നെ റെഡ്, ഫുള്ളായിട്ടും ഗ്ലിറ്ററിങ് ആണ് വരുന്നത്. ഇതിൻ്റെയൊക്കെ റേറ്റ് 300 ആണ് വരുന്നത്. ഇതൊരു ഗ്രീൻ ഷെയ്ഡിൽ നമുക്കൊരു സെറ്റ് സാരിക്കൊക്കെ ഇതൊക്കെ വെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെയാണ് ഇത് വരിക. XLൽ ഒരു പ്ലെയിൻ ഗ്രേ കളറിലുള്ള ബ്ലൗസാണ്. സെൽഫ് പ്രിൻ്റാണ് ഇതിൽ വന്നിരിക്കുന്നത്. സെൽഫ് പ്രിൻറ്റിൽ ഗ്രേ ഷെയ്ഡ്. റേറ്റ് 235. സെൽഫ് പ്രിൻ്റ് XL സൈസിൽ, XL ഓർ XXL സൈസിൽ വരുന്നു. സെൽഫ് പ്രിൻ്റ് ഇതൊരു മെറൂൺ ഷെയ്ഡിലാണ്. 235. സെൽഫ് പ്രിൻ്റ് ഇതേലും ചിക്കു ഷെയ്ഡിൽ വരുന്നു. XXL സൈസിൽ. XL XXL അളവുകളാണ് കേട്ടോ ഇത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഒരു ലാർജുകാർക്കായാലും ഇത് അനുയോജ്യമാണെന്ന് ഞാൻ പറഞ്ഞത്. അതാ ഇങ്ങനെ ഇടുമ്പോൾ ഇതാണ് ഈ ബ്ലൗസിൻ്റെ വലിപ്പം. പിന്നെ ഇത് സ്കിൻ ഫിറ്റാണ്. ആ ആൾ ഇടുന്ന ബോഡിക്കനുസരിച്ച് ഇത് ഇങ്ങനെ വലിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ കഴുത്തൊക്കെ ഇത്രയേ ഉള്ളൂ. നമ്മളിത് ഇട്ട് കഴിയുമ്പോൾ ഇത് നമ്മുടെ നെക്കൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ ഷേപ്പിനനുസരിച്ച് ഇത് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവും വരുന്നത്. 235. ഇത് മജന്ത ഷെയ്ഡിൽ സെൽഫ് പ്രിൻ്റായിട്ട് വരുന്നു. ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ്. ബ്ലൂ ഷെയ്ഡിൽ സെൽഫ് പ്രിൻ്റ്. ഇതൊക്കെ XXL അളവിലാണ് വരിക. വൈൻ ഷെയ്ഡിൽ സെൽഫ് പ്രിൻ്റാണ് ഇതിൽ ഫുള്ള് വരും. ബോട്ടിൽ ഗ്രീൻ സെൽഫ് പ്രിൻ്റായിട്ട് വരുന്നു. സ്ലീവിൻ്റെയൊക്കെ ലെങ്ത്ത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നമുക്കത് ഭംഗിയായിട്ട് തന്നെ കിട്ടിക്കോളും. റേറ്റ് 235. നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് ഈ ബ്ലൗസ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ഫുൾ സ്ലീവാണ്. നല്ല മെറ്റീരിയലായത്. ഈ മെറ്റീരിയൽ ഇച്ചിരി മറ്റേ മെറ്റീരിയൽ പോലെ ഇച്ചിരി കട്ടിയുണ്ട് കണ്ടോ, നല്ല സ്ട്രെച്ച്. എന്നാലും ഇത് സ്ട്രെച്ചബിളാണ്. ഇനി ഇത്രയും സ്ലീവ് വേണ്ട എന്നുള്ളവർക്ക്, ഈ മെറ്റീരിയലും വേണം എന്നുള്ളവർക്ക് ചെയ്യാവുന്നൊരു കാര്യമുള്ളൂ. ഇതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് സ്യൂട്ടബിളായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 275 ആണ്. അതിൻ്റെ തന്നെ ഒരു ഷെയ്ഡാണ്. ഈ കളറിൽ ഒക്കെ ഒരു റെയർ കളേഴ്സിലാണ് ഇത് വരുന്നത്. ഇതും ഫുൾ സ്ലീവ് തന്നെയാണ്. റേറ്റ് 275. ഇതൊരു പിങ്ക് ഷെയ്ഡിലോട്ട് വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 275. ഇതിൻ്റെ മെറ്റീരിയൽ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് സ്വല്പം അവിടെ കട്ടിയുണ്ട് മറ്റതിനേക്കാളും. പിന്നെ ഫുൾ സ്ലീവാണ്. വേണ്ട എന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ചിക്കു ഷെയ്ഡ്. ഇതും ഫുൾ സ്ലീവ് തന്നെയാണ്.
പിന്നെ ഫുൾ സ്ലീവ് വേണ്ടവർക്ക് ഈ ഫുൾ സ്ലീവ് തന്നെ യൂസ് ചെയ്യാനും പറ്റും. റേറ്റ് 275. കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ സ്ലീവ് വരിക. സ്ട്രെച്ചബിളാണ് ബ്ലൗസ്. ഇതൊരു റെഡ് ഷെയ്ഡിൽ വരുന്നു. അങ്ങനെ ഫുൾ സ്ലീവായിട്ട് വരുന്നു. റെഡ് ഞാൻ പറഞ്ഞല്ലോ മറ്റേ മെറ്റീരിയലിൽ നിന്നും സ്വല്പം ഡിഫറൻസ് ഉണ്ട്. ഇതിന് സ്വല്പം കൂടെ കട്ടിയുണ്ട്. പ്രിൻസസ് ടക്ക് വരുന്നു. ഹൈനെക്കാണ്. ഹൈനെക്ക് ഫുൾ സ്ലീവ് ഇങ്ങനെയാണ് ഇത് വരിക. ഇതാണ് ഇതിൻ്റെ ഫുൾ സ്ലീവ് വരുന്നത്. നെക്ക് ഫ്രണ്ടും ബാക്കും ഇങ്ങനെ കയറിയിരിക്കുന്ന ബോട്ട് നെക്ക് പോലെ നമ്മൾ ഇട്ട് വരുമ്പോൾ ഇങ്ങനെ ബോട്ട് നെക്ക് പോലെ വരും. റേറ്റ് വരുന്നത് 275. അതിൻ്റെ തന്നെ ഹൈനെക്ക് ഫുൾ സ്ലീവ്. റേറ്റ് 275. ഇതൊരു ചെങ്കല്ല് പോലത്തെ റെഡ് ഷെയ്ഡാണ് വരിക. ചിക്കു ഷെയ്ഡാണ്. നമുക്ക് ക്രോപ്പ് ടോപ്പായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇടാൻ ടീനേജേഴ്സിനൊക്കെ ഒരു ക്രോപ്പ് ടോപ്പ് വേണമെന്നുണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ അടിയിലൊക്കെ നല്ല വീതിക്കാണ് ഇതിൻ്റെയൊക്കെ പടി വന്നിരിക്കുന്നത്. ഒരു ക്രോപ്പ് ടോപ്പായിട്ട് ഇടണമെന്ന് വെച്ചാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 3/4 അല്ല ഫുൾ സ്ലീവാണ്. ഹൈ നെക്കാണ്. ഇങ്ങനെയാണ് ഇത് വരിക. XL ഡബിൾ XL സൈസിൽ വന്നിരിക്കുന്ന ഗ്ലിറ്ററിങ് ഉള്ള ബ്ലൗസാണിത്. ഇതൊരു വൈൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇത് വരിക. ഇതിൽ ഫുള്ള് ഗ്ലിറ്ററിങ് ആണ്. സ്ലീവ് ഒരു വൈൻ ഷെയ്ഡിൽ. റേറ്റ് വരുന്നത് 250. ഡബിൾ XL അളവുകളിലാണ് കേട്ടോ ഇത് വരിക. ഇതൊരു വൈറ്റ് ഷെയ്ഡിൽ വന്നിരിക്കുന്നു. ഇതിൽ ഫുള്ളും ഗ്ലിറ്ററിങ് ആണ് വരുന്നത്. റേറ്റ് 250. ഇതിൻ്റെ ബ്ലൂ ഷെയ്ഡാണ്. സ്കൈ ബ്ലൂ എന്ന് പറയാം. ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 250. റെഡ് ഷെയ്ഡിലാണ് ഇത് വരിക. മറൂൺ റെഡ്. ഫുള്ളായിട്ടും ഗ്ലിറ്ററിങ് ആണ്. സ്ട്രെച്ചബിളാണ് ബ്ലൗസ്. XL ഡബിൾ XL അളവുകളിലാണ് ഇത് വരുന്നത്. പ്രിൻസസ് ടക്ക് ഫ്രണ്ടിൽ വരുന്നു. റേറ്റ് 250. ഇതൊരു ചിക്കു ഷെയ്ഡിലാണ് വരിക. ഫുള്ളായിട്ടും ഗ്ലിറ്ററിങ് ആണ് വരുന്നത്. സ്ലീവ്. റേറ്റ് വരുന്നത് 250. ഇതൊരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വരിക. സ്ട്രെച്ചബിളാണ് ബ്ലൗസ്. പ്രിൻസസ് ടക്ക് വരുന്നു. നെക്ക് നമ്മൾ ഇത് ഇടുന്നതനുസരിച്ച് വീണ്ടും ഇത് പറയണത് ആർക്കും ഇത് ഡൗട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പലരും ചോദിക്കാറുണ്ട്, ഇതിന് ഇറക്കമുണ്ടോ, കഴുത്ത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ മലച്ചു പോവോ, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഇത് ഞാൻ എപ്പോഴും പറയും, ഇതിപ്പോൾ ഒരു ഡബിൾ XL ബ്ലൗസാണ്. ഈ ബ്ലൗസ് ഇതൊരു XLകാർ ഇട്ടാൽ ഇത് കറക്റ്റായിട്ടിരുന്നോളും. ഡബിൾ XLകാർ ഇടുമ്പോൾ അവരുടെ ആ നെക്കിനനുസരിച്ച് ഇത് ഇങ്ങനെ വലിഞ്ഞ് കിട്ടിക്കോളും. അതാണിതിന്. കണ്ട ലെങ്ത് ആയാലും നന്നായിട്ട് ലെങ്ത്തും ഉണ്ട്. സ്ലീവിനും ഇങ്ങനെ കണ്ടാലും ഈ സ്ലീവ് ഇത് ഇട്ട് വരുമ്പോൾ നല്ല ലെങ്ത് ഉണ്ട്. റേറ്റ് വരുന്നത് 250. ഇതൊരു ഗ്രേ കളറാണ്. നമ്മളിത് ഫോട്ടോ എടുത്ത് അയക്കാൻ പറഞ്ഞ് ഇത്ര കറക്റ്റായിട്ട് നമുക്കിത് ഈ വീഡിയോ കാണുന്ന പോലെ നമുക്കതിൽ അയച്ചാൽ ക്ലിയർ ആവത്തില്ല. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് ഇത് വരിക. ഇതിൽ ഫുള്ളായിട്ടും ഗ്ലിറ്ററിങ് വരുന്നു. ഫ്രണ്ടിൽ പ്രിൻസസ് ടക്ക് വരുന്നു. സ്ലീവ് ഇത് വൈൻ ഷെയ്ഡിലാണ് വരുന്നത്. നല്ലൊരു വൈൻ ഷെയ്ഡിൽ, ഗ്രേപ്പ് വൈൻ ഷെയ്ഡിലാണ് ഇത് വരിക. ഇതിൻ്റെയൊക്കെ ഗ്ലിറ്ററിങ് എന്ന് പറഞ്ഞാൽ സെൽഫായിട്ടുള്ള ഗ്ലിറ്ററിങ്ങാണ് വരിക. അപ്പോൾ നമ്മളൊരു ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഇതിൽ നമുക്കിത് കാണിക്കുമ്പോൾ അറിയാം ചെറിയ ഗ്ലിറ്ററിങ് സെൽഫായിട്ട് തന്നെ. ചുങ്കിടി പ്രിൻ്റൊക്കെ ഞാൻ ഇഷ്ടംപോലെ കൊണ്ടുവന്നു കാണിച്ചു. ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഇങ്ങനെ ചെറുടെ തിക്കായിട്ട് വരുന്നു. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. ഇതിൻ്റെ റേറ്റ് 240 ആണ്. ഇതൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതൊരു റെഡ് ഷെയ്ഡിലാണ് വരിക. ചുങ്കിടി പ്രിൻ്റാണ് ഫുള്ള് വരുന്നത്. സ്ലീവിൽ ഇങ്ങനെ വർക്ക് വരുന്നു. റേറ്റ് 240. ഇതൊരു ബ്ലൂ ഷെയ്ഡാണ് വരിക. ചുങ്കിടി പ്രിൻ്റ്. ഇതിൻ്റെ സ്ലീവ് വരുന്നു. തിക്കായിട്ട് തന്നെ വർക്ക് വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 240. ഇതൊരു സിൽവർ ഷെയ്ഡിൽ വന്നിരിക്കുന്നത്. അതുപോലെ അതിൽ സിൽവർ എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇത് വരിക. ഇതിന് പഫ് കൈയാണ്, ഒരു പടിയൊക്കെ വെച്ചിട്ട്
ഇതുണ്ട്, പഫ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം സ്ട്രെച്ചബിൾ തന്നെ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 300 ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട്